നല്ല മനസ്സുകൾ സമ്പന്നരായിട്ടുള്ള ആളുകളും നല്ല മനസ്സുള്ളവരും നമുക്ക് ഒരുപാട് വിഭവങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ വളരെ കൃത്യമായിട്ട് അവർ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തു വരുന്നത്. ഈരാറ്റുപേട്ട നടക്കലിൽ IRW എന്ന സംഘടനയുടെ ഒരു NGO ആണ്. അതിൻ്റെ ഒരു വിഭവ സമാഹരണ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം വീട്ടാവശ്യങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ കുക്കറുണ്ട്, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ഗ്യാസ് സ്റ്റൗ ഉൾപ്പെടെയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ച് കാണാം. ഈരാറ്റുപേട്ടയാണ് ഏറ്റവും കൂടുതൽ ഈ പ്രളയം ബാധിച്ച ഒരു പ്രദേശം. കോട്ടയം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ ഈ ബാധിച്ച ഒരു പ്രദേശം. ഇന്നലെ നമ്മൾ നഗരസഭാ ചെയർമാനോട് ഉൾപ്പെടെ ചോദിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞത് ആദ്യം 400 വീടുകളെയായിരുന്നു ഇങ്ങനെ പ്രളയബാധിത മേഖലയായി കണ്ടിരുന്നത്. പക്ഷേ അതിൽ കൂടുതലുണ്ട്, 700-ലധികം വീടുകൾ ഉണ്ട് എന്നതാണ് ഇന്നലെ നഗരസഭാ ചെയർമാനും വ്യക്തമാക്കിയത്. ആ വീടുകളിൽ സർവ്വതും നശിച്ചുപോയ ആളുകൾ ഉൾപ്പെടെയുണ്ട്. അതായത് വീടിൻ്റെ അടുക്കളയിലെല്ലാം വെള്ളം കയറി എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. ആകെ ഉടുതുണി മാത്രമായി, ജീവനും ഉടുതുണിയും മാത്രമായി രക്ഷപ്പെട്ട നിരവധി വീട്ടുകാരുണ്ട്. അവർക്കുള്ള ഒരു സഹായം എന്ന നിലയിലാണ് ഇപ്പോൾ IRWവിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു വിഭവ സമാഹരണ ക്യാമ്പ് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി ആളുകൾ, സന്നദ്ധ പ്രവർത്തകർ, സ്ത്രീകളും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഇനീഷ്യേറ്റീവാണ്. നമ്മളിത് എങ്ങനെയാണ് ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആളുകൾക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ ഇവിടെ വന്ന ആളുകൾ കളക്ട് ചെയ്യും? എങ്ങനെയാണ് നമ്മളിവിടെ ഓരോ സ്ഥലത്തും എവിടെയൊക്കെയാണ് അഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി നേരിട്ടത്, അവരുടെ വീടുകളിൽ കൊണ്ട് അവരുടെ ആവശ്യം അന്വേഷിച്ചറിഞ്ഞിട്ട് അവരുടെ വീടുകളിൽ കൊണ്ട് ചെന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ തുടരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഞായറാഴ്ച മുതൽ ആരംഭിച്ചതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, ഒരുപാട് ക്ലീനിങ്ങുകൾ നടന്നു. ഏകദേശം 200 വീടുകളും ക്ലീൻ ചെയ്തു. ഒരു 40 വീടിലെ കിണറുകൾ വറ്റിച്ചു നല്ല വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ സമാഹരിക്കുന്നതാണോ, അല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കൊണ്ടുവരുന്നത്? ഇവിടെ കട്ടിലും ബെഡ്, കസേര, ക്ലീനിങ് സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം കാണാം. നമ്മുടെ നാട്ടിലത്തെ സന്നദ്ധരായിട്ടുള്ള നല്ല സുമനസ്സുകളുടെ സംഭാവനയുണ്ട്. ഒപ്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, മലപ്പുറത്ത് നിന്ന് ഈ കാണുന്ന ഇത്രയും ഭാഗത്തെ ലോഡ് ഇന്നലെ രാത്രി 1 മണിക്ക് മലപ്പുറത്തുനിന്ന് വന്ന ഒരു ലോഡാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ആവശ്യ സാധനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈരാറ്റുപേട്ടയിലെ നല്ല മനസ്സുകൾ സമ്പന്നരായിട്ടുള്ള ആളുകളും നല്ല മനസ്സുള്ളവരും നമുക്ക് ഒരുപാട് വിഭവങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ വളരെ കൃത്യമായിട്ട് അവർ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തു വരുന്നത്. അതാണ് ഇവിടെ നിരവധി സാധനങ്ങൾ നമുക്കിവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. കട്ടിൽ, കിടക്കയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഇനി മുതിർന്നവർക്കായാൽ അങ്ങനെ ഇവിടെ ക്ലീനിങ് സാധനങ്ങൾ, മോപ്പ്, ചൂല് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് കാണാം. ഇവിടെ മറ്റ് സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഇത് ക്രോഡീകരിച്ച് വെക്കുകയാണോ? ഞങ്ങളിതെല്ലാം കൊണ്ടുവന്നിറക്കുന്ന സാധനങ്ങളെല്ലാം സ്ത്രീകളുടെ നേതൃത്വത്തിൽ എല്ലാം അറേഞ്ച് ചെയ്തിങ്ങനെ ഓരോ സാധനങ്ങൾ തിരിച്ചിപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ഓരോ ഐറ്റം ഇങ്ങനെ മാറി മാറി നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കൂട്ടായ്മയോട് കൂടി ഒരുമിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുമ്പം അവർക്ക് വാർഡുകളിലെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് വളരെ എളുപ്പമുണ്ട്. ഇവിടെ ഇങ്ങനെ കിറ്റ് ആക്കി വെച്ചിട്ട് കാണുന്നുണ്ട്. ഇത് ഒരു വീട്ടിലേക്ക് കൊടുക്കാനുള്ള കിറ്റുകളാണോ? ഇത് പല വീടുകളിലായിട്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് വാർഡുകളിൽ ചെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ടു കൊടുക്കാനായിട്ടുള്ള ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ട് ഈ രീതിയിൽ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഒരു ദുരന്തബാധിതരായ ആളുകൾക്ക് അവരുടെ വീടുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ, പല ആളുകളും ഈ പ്രദേശങ്ങളിലുണ്ട്. അവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഈ കിറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ആവശ്യമുള്ളത്, അത് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ട് കൊണ്ടു കൊടുക്കുകയാണോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൽ വെച്ച് സാധനങ്ങൾ കൊടുക്കുകയാണോ? അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണോ അതനുസരിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടാണിത് ചെയ്യുന്നത്, കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. അതാണ് ഇവർ വീടുകളിൽ അന്വേഷിച്ച് എന്താണോ ആ വീടുകളിൽ ആവശ്യമുള്ള സാധനങ്ങൾ അത് അവർക്ക് എത്തിച്ചു നൽകുക എന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. അതായത് എന്തെങ്കിലും സാധനം കൊണ്ടു കൊടുക്കുക എന്നതല്ല, ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണോ അത് എത്തിച്ച് അത് അവർക്ക് ലഭ്യമാക്കുക എന്നതാണ്. അങ്ങനെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ വലിയൊരു മാതൃകയാണ് ഇവർ ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.